ഓം പരാശ്രയസ്വായ നമ. ഒരാളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ തൊഴില്. തൊഴില് കണക്കാക്കുന്ന ഭാവമാണ് 10ാം ഭാവം. 10ാം ഭാവം കൊണ്ട് കർമ്മവും പറയുന്നുണ്ട്. മുൻജന്മ കർമ്മവും 10ാം ഭാവം കൊണ്ട് കണക്കാക്കണം. അപ്പൊ മുൻജന്മ കർമ്മത്തില് നാം ചെയ്തിട്ടുള്ള തൊഴിലായിക്കോട്ടെ, വേലയായിക്കോട്ടെ, അതല്ല കൈകൾ കൊണ്ടോ, കരാചരണകൃതം വോ കായിജം കർമ്മജം വ ശ്രവണ നയനജം വ, എങ്ങനെ ചെയ്തിട്ടുള്ള തൊഴിലായാലും എങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ആയാലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് 10ാം ഭാവം കൊണ്ടാണെന്ന് പറയുന്നു. 10ാം ഭാവമാണ് കർമ്മം നമ്മൾ നോക്കിയിട്ട് പറയുന്നത്. അതിന്റെ എഫക്റ്റ് 8ാം ഭാവം കൊണ്ടും 6ാം ഭാവം കൊണ്ടും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളുടെ എഫക്റ്റ് അനുഭവിക്കാം. അതുപോലെ തന്നെ 12ാം ഭാവം കൊണ്ടും അനുഭവിക്കാം എന്നൊരു കണക്കുണ്ട്. നമ്മള് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കർമ്മജീവ പ്രകരണത്തിലെ അംശകാല തൊഴിൽ കണ്ടെത്തുന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, തൊഴിൽ കണ്ടെത്തുന്നത് എങ്ങനെയാ? 10ാം ഭാവം കൊണ്ടാണെന്ന് പറഞ്ഞു. 10ാം ഭാവം കൊണ്ടാണ് തൊഴില്. അപ്പൊ കോമൺ ആയിട്ട് ജ്യോതിഷം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 10ാം ഭാവമാണ് തൊഴില്, ലഗ്നം ഇതാണെന്ന് വിചാരിക്കുക. 10ാം ഭാവം അങ്ങനെയാണെങ്കിൽ ഇത് വരും. അതിന്റെ അധിപൻ ചൊവ്വ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. 6ാം ഭാവം എന്ന് പറയുന്നത് വേലയാണ്, വ്യാഴം അവിടെ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. 10ാം ഭാവം കൊണ്ട് തൊഴില് കണക്കാക്കുന്നു, 6ാം ഭാവം കൊണ്ട് വേല കണക്കാക്കുന്നു. പരാശരര് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് ഇത്. ശത്രു തസ്കരാദി വിഘ്നാദി വ്യാധിയശ്ചസ്തനുഷ്ഠതി എന്ന് പറയുന്ന 6ാം ഭാവം അല്ലെ. 10ാം ഭാവം ദേവാലയ, നഗരസഭ, മാർഗാലയ, സകല ദാസ കർമാണി, എല്ലാ കർമ്മങ്ങളും 10ാം ഭാവം കൊണ്ട് പറയുന്നു. അപ്പൊ 10ാം ഭാവം കൊണ്ട് കണക്കാക്കുന്ന ഈ തൊഴിലിനെ നമ്മൾ മുന്നത്തെ പല വീഡിയോകളിലും കർമ്മജീവന പ്രകരണം മിക്കവാറും പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 10ാം ഭാവത്തില് നിൽക്കുന്ന ഗ്രഹത്തിന്റെ കാരകത്വമുള്ള തൊഴിൽ വരാം. അംശം കൊണ്ട് എന്താ പറഞ്ഞ, ഈ 10ാം ഭാവത്തിന്റെ ചൊവ്വ ഇവിടെ അംശിച്ചിരിക്കുന്നു എന്നായിരിക്കാം. അപ്പൊ വ്യാഴമാണ് അല്ലെ. അപ്പൊ ഞാൻ ഒരു പ്രമാണം പറഞ്ഞു തന്നു. അർത്ഥാപ്തിർ പിതൃജനനി സപത്ന മിത്ര പ്രാതിർ സ്ത്രീ പൃഥഗജന ദിവാകരാദ്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രമാണം പറഞ്ഞു തന്നപ്പോ ഇവിടെ വ്യാഴത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന തൊഴില് തൊഴിലല്ല, തൊഴിലിന്റെ കസ്റ്റമർ ക്ലയൻസിനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് ആരിൽ നിന്നും പണം കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ആരിൽ നിന്നും ധനം കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്താണ് ഈ അംശം കൊണ്ട് പറഞ്ഞത്. ക്ലയൻസിനെയും കസ്റ്റമറെയാണ് പറഞ്ഞത്, ലാസ്റ്റ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അത് മൂത്ത സഹോദരനിൽ നിന്ന് കിട്ടുമെന്നോ ഉന്നതമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുമെന്നും, അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നവര്, പ്രൊഫസർമാര്, ബാങ്കിലെ കാഷ്യർമാര്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് എന്നൊക്കെ വ്യാഴത്തിന്റെ കാരകത്തുള്ളവരുടെ നിന്ന് കിട്ടും എന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കർമ്മ അധ്യായം കംപ്ലീറ്റ് കിട്ടും, പ്രമാണ സഹിതം. ഇപ്പൊ ഞാൻ പറയാൻ പോണത് ഈ ചൊവ്വ നിൽക്കുന്ന അതിനുശേഷം കാരകത്വം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടാ. ഒന്നും കൂടി റിവൈൻഡ് അടിക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെ കാരകത്വമുള്ള മൂത്ര ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. വ്യാഴത്തിന്റെ കാരകത്വമുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. അംശിച്ചിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജീവാംശേ എന്ന് പറയുന്ന അനുസരിച്ചിട്ട് വ്യാഴത്തിന്റെ അംശം കൊണ്ട് എന്താ ദ്വിജ വിഭൂത കരാദിധർമ്മേ എന്ന് പറഞ്ഞു. വ്യാഴത്തിന്റെ അംശം കൊണ്ട് ദ്വിജനിൽ നിന്നും, അതായത് ബ്രാഹ്മണാദി ആളുകളിൽ നിന്നും വിബുധന്മാരായിട്ടുള്ള ആത്മീയവാദികൾ, ആത്മീയകർമ്മങ്ങൾ ചെയ്യുന്നവര്, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നവര്, ക്ഷേത്ര സംബന്ധമായ ജോലികൾ ചെയ്യുന്നവര്, പുരോഹിതന്മാര്, കുറെ കാരകത്വം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ ധർമ്മപരമായ പ്രക്രിയകളിലൂടെ ടീച്ച് ചെയ്യുക, ഉപദേശങ്ങൾ കൊടുക്കുക, മാനേജ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എന്തൊരു മോട്ടിവേഷൻ പോലും അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ആ പ്രവൃത്തി കൊണ്ട് കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ലാസ്റ്റ് പറയുന്ന എന്താ, ഈ ചൊവ്വ ഈ വ്യാഴത്തിന്റെ ആരാണെന്ന് നോക്കിയിട്ട് ഒരു ഫലമുണ്ട്. അംശയിച്ചിരിക്കുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ്. ഓക്കെ, ആ വ്യാഴത്തിന്റെ ആരാണ് ചൊവ്വ എന്നുള്ളൊരു കൂടിയെടുക്കണം എന്ന് പറഞ്ഞു. ഈ പറയുന്ന വരാഹമിഹിര ആചാര്യൻ പറയുന്ന എല്ലാ പ്രമാണങ്ങൾക്കും ഒരു പ്രത്യേകത, പല സ്ഥലത്തും
ഒരേ പ്രമാണം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് നമ്മൾ പഠിക്കാനുള്ളത് ലാസ്റ്റ് പ്രമാണം എന്താ? മിത്രാരി സ്വഗ്രഹഗതേസ്തതസ്തതോർത്താം മിത്രാരി സ്വഗ്രഹഗതേസ്തതസ്തതോർത്താ തുംഗസ്തേ ബലിനീച്ച ഭാസ്കരേ സ്വവീര്യാൽ ആയസ്തൈരുദയ ധനാശ്രിതശ്ച സൗമ്യേ സഞ്ചിന്യം ബലസഹിതൈർ അനേകദാസ്വം എന്നാണ് പ്രമാണം. അപ്പൊ എന്താണ്? മിത്രാരി സ്വഗ്രഹ ഗതൈസ്തതസ്തതോർത്താം തുംഗസ്തേ ബലിനീച്ച ഭാസ്കരേ സ്വവീര്യാൽ വീര്യാത്നോ വീര്യാൽനോ പറയാം. ആയസ്തൈ ഉദയ ധനാസിതശ്ച സൗമ്യേ സഞ്ചിന്യം ബല സഹിതേ രനേ ഹനേ കഥാസ്വം എന്നാണ് പ്രമാണം. ഈ പ്രമാണം ഇതിന്റെ അന്വയം അർത്ഥമൊക്കെ ബുക്കുകളിൽ എഴുതിയേക്കണ നോക്കിക്കഴിഞ്ഞാൽ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ക്ലിയർ മീനിങ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ പറയുന്ന അർത്ഥം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. മിത്രാരി സ്വഗ്രഹ ഗതേർ, മിത്രം അരി സ്വഗ്രഹ ഗതേർ. സ്തദ് സ്തദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്തദാണ് പറയുന്നത് കേട്ടാ. ഏതൊരു ഗ്രഹമാണോ അംശകസ്ഥനായി വരുന്നത് ആ ഗ്രഹം, അത് മിത്രമാണെങ്കിൽ മിത്രം പറഞ്ഞു. അരി എന്ന് പറഞ്ഞ ശത്രു, സ്വഗ്രഹം സ്വക്ഷേത്രം, അസ്തതോർത്താം എന്ന് എടുക്കരുത് കേട്ടോ. അസ്തം എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവമാണ്. അസ്തതോർത്താം എന്ന് എടുക്കരുത്. മിത്രാരി സ്വഗ്രഹഗതേ സ്തത് അർത്ഥാം, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അതിന്റെ ഇത് പലതരത്തിൽ പലർക്കും വ്യാഖ്യാനിക്കാം കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെ പറയുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. അപ്പോ ഈ ഗ്രഹം ഇപ്പൊ ചൊവ്വാഗ്രഹം വ്യാഴത്തിൽ അംശിച്ചപ്പോൾ, വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ അംശിച്ചപ്പോൾ ചൊവ്വയുടെ ആരാണ് വ്യാഴം എന്ന് നോക്കണം. ചൊവ്വയുടെ ആരാണ് വ്യാഴം? ചൊവ്വയുടെ ജീവ ഇന്ദു ഉഷ്ണകര കുജസ്യ സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധു. അപ്പൊ മിത്രമാണ്. മിത്രം. ഇനി ഇതിപ്പോ മിത്രമാണ്. അപ്പൊ എന്താ പറഞ്ഞ മിത്രമായതുകൊണ്ട് സ്തദോക്തം, മിത്രങ്ങളിൽ നിന്ന് അർത്ഥമുണ്ടാകും. അപ്പൊ അതിനെ കുറിച്ച് അന്വയം പറയണ ഇതിന്റെ അർത്ഥം, ഇതിന്റെ മാത്രം അർത്ഥം പറയുന്നതാണ്. ചിലർ പറഞ്ഞു ഞാൻ കുഞ്ഞു വീഡിയോന്റെ ചെറിയ ഭാഗങ്ങളാണ് ഇടണെന്ന് പറയുന്നു. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് 1 മണിക്കൂർ വേണേൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ക്ലാരിറ്റിയിൽ പറയുമ്പോൾ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പൊ എന്തായാലും ഞാനിത് സമയം നോക്കുന്നില്ല, ഫുള്ള് കാണുന്നവർ കാണുക. അതായത് മിത്രാരി സ്വഗ്രഹതേസ്ത സദോർത്താം എന്ന് പറയുമ്പോ യതി ഏകം ഗ്രഹം മിത്രക്ഷേത്രേ ഗതഃ, മിത്രക്ഷേത്രത്തിൽ പോയാൽ മിത്രാത് അർത്ഥം പ്രാപ്ത്യന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മിത്രക്ഷേത്ര ഗ്രഹം മിത്രക്ഷേത്രത്തില് ഗ്രഹം പോയാല് മിത്രങ്ങളിൽ നിന്ന് അർത്ഥം പ്രാപ്തയതി. അപ്പൊ മിത്രങ്ങളിൽ നിന്ന് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ശത്രുക്ഷേത്രത്തിലാ പോണെങ്കിലാ ഈ ചൊവ്വ അംശയിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ വിചാരിക്കാം ചൊവ്വ 10ാം ഭാവത്തിനോട് അംശയിച്ചു കഴിഞ്ഞാല് ഇവിടെ ശത്രുക്ഷേത്രം അല്ലേ. ജീവ ഇന്ദു ഉഷ്ണകര കുജസ്യ സുഹൃതോ ഞ്ഞോ അരി, ബുധനാണ് ശത്രുക്ഷേത്രത്തിൽ അംശയിച്ചു കഴിഞ്ഞാല് ശത്രുക്കളിൽ നിന്നും അർത്ഥം ഉണ്ടാകും. അപ്പൊ ഇവിടെ അങ്ങാടും ഇങ്ങോട്ടും ശത്രുതയും കൂടി നോക്കണം. മിത്രേ സൂര്യസിതോ ബുധസ്യ ഹിമകു ശത്രു, ബുധന് ചൊവ്വ ശത്രു അല്ല. ബുധൻ എന്ന ചൊവ്വയോട് ശത്രുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആരാ? ശനിക്ക് ചൊവ്വ ശത്രുവാണ് അല്ലെ.
അപ്പോ ശുക്രജ്ഞോ സുഹൃതോ സമ സുരഗുരു സൗരസ്യ ചാനിയര്യയെ. സൗര്യന് ഈ ചൊവ്വ ശത്രുവാണ്. അപ്പൊ ഇവിടെയാണ് നിൽക്കണമെങ്കിൽ ശത്രുക്കളിൽ നിന്ന് അർത്ഥാപ്തി ഉണ്ടാകാം. അപ്പൊ മിത്രക്ഷേത്ര ഗതേത് ഗതശ്ചേത്, മിത്രക്ഷേത്രത്തിലാണ് പോയതെങ്കിൽ മിത്രാത് അർത്ഥപ്രാപ്തിയാണ്, മിത്രങ്ങളിൽ നിന്ന് അർത്ഥപ്രാപ്തി ഉണ്ടാവും. ശത്രുക്ഷേത്ര ഗതേത് എന്താവും? ശത്രുവാത് അരീത്, ശത്രുവാത് അർത്ഥപ്രാപ്തി, ശത്രുക്കളിൽ നിന്ന് അർത്ഥപ്രാപ്തി ഉണ്ടാവും. അതങ്ങനെ എടുത്തോളാം എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ തുങ്കസ്ഥയാണെങ്കിലോ, തുങ്കസ്ഥ ഉച്ചരാശിയിലാണ് പോയതെങ്കിലോ, ഉച്ചരാശിയിലാണ് അംശയിച്ചെങ്കിലോ, ഇതിപ്പോ ഞാൻ എന്താ പറഞ്ഞത്? അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. എന്ത്? ഒരു ഗ്രഹത്തിന്റെ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് ഉച്ചമാണോ എന്ന് നോക്കണം, എന്നിട്ട് നീചമാണോ എന്ന് നോക്കണം, എന്നിട്ട് അടുത്തത് നോക്കേണ്ടത് സ്വക്ഷേത്രം. നമുക്കറിയാലോ, മൂലത്രികോണം, അത് നമുക്കറിയാലോ. അപ്പൊ ഉച്ചം, നീചം, സ്വക്ഷേത്രം, മൂലത്രികോണം നോക്കിയിട്ട് മാത്രമേ ബന്ധു, സമൻ, ശത്രു നോക്കാൻ പാടുള്ളൂ. ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം രാശി. ഇത് പ്രമാണമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അജവൃഷഭ മൃഗ അങ്കന കുളീര ചഷ വണിജോച ദിവാകരാദി തുങ്ക എന്ന് പറഞ്ഞാണ്. അപ്പൊ അജവൃഷഭ മൃഗ, മകരം രാശി ചൊവ്വയ്ക്ക് ഉച്ചരാശിയ. അപ്പൊ ഇത് ഞാൻ മനഃപൂർവ്വം ഇതാണ്, നിങ്ങൾ അറിയോ എന്നുള്ളത് നോക്കണം. ഇവിടെ ശനിയുടെ ക്ഷേത്രത്തിലാണെങ്കിലോ, നമ്മള് ഇത് ചൊവ്വ ഉച്ചരാശിയിലാണ് ശനിയുടെ ക്ഷേത്രമാണെങ്കിലും അതെടുക്കണം. ഇത് അംശകാധിപൻ ആരാണെന്നുള്ളത് എടുക്കുമ്പോഴും രണ്ടാമത്തെ വരി പറയുന്നു തുങ്കസ്ഥ എന്നുള്ളത് എടുക്കണമെന്ന്. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് ഉച്ചത്തിലാണോ അംശയിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതാണ് ഇവിടെ എടുത്ത് രണ്ടാമത്തെ വരി പറഞ്ഞേക്കുന്നത്. അപ്പോ തുങ്കസ്ഥേ ബലിനി ച ഭാസ്കരേ സ്വീര്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ ബലവാനാണ്. അതുകൊണ്ട് വളരെ വീര്യം കൊണ്ട് സ്വവീര്യാൽ പ്രയത്നേതു ധനം ആഗച്ഛതു എന്നൊന്നും വിചാരിക്കരുത്. സ്വവീര്യം കൊണ്ട് പ്രവർത്തിച്ച് ധനം വരുത്തുമെന്നൊന്നും അല്ല ഇവിടെ അർത്ഥം. അങ്ങനെയും പറയാം. ഇവിടെ തുങ്കസ്ഥ ബലിനീച്ച ഭാസ്കര എന്ന് പറഞ്ഞാൽ ഈ തുങ്കസ്ഥ ഇവിടെ കൂട്ടണം. അപ്പൊ മിത്രാരി സ്വഗ്രഹേർ ഇത് തുങ്കസ്ഥേഭി സ്തദ് അർത്ഥദോക്ത എന്നെടുത്തോളണം. അപ്പൊ ഉച്ചത്തിലാണെങ്കിലോ, നീചത്തിലാണെങ്കിലോ, മിത്രത്തിലാണെങ്കിലോ, സ്വഗ്രഹത്തിലാണെങ്കിലോ ഈ പറയുന്ന ഉച്ചരാശി, നീചരാശി, മൂലത്രികോണരാശി, സ്വക്ഷേത്രം, അതായത് ആക്ഷി, ഉച്ചം, മൂലത്രികോണം, സ്വക്ഷേത്രം എന്ന് തമിഴിൽ പറഞ്ഞാല് അതാണെങ്കിൽ അത്. ഇനി അതല്ലെങ്കിൽ നട്പ്, പകൈ, സമം. അതാണ് ഈ അർത്ഥം, ബന്ധു, സമം, ശത്രു. അപ്പൊ ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പറയുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് വരുന്നതായിരിക്കണം. സ്വക്ഷേത്രത്തിലാണ് ഗ്രഹം നിൽക്കണമെങ്കിൽ സ്വജനങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുമെന്ന് ഗണിച്ചോളണം. ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ ശത്രുക്കളുമായിട്ട് കോണ്ടാക്ട് വരുമെന്ന് ഗണിച്ചോളണം. അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തോളണം. മിത്രക്ഷേത്രത്തിലാണെങ്കിൽ ജോലി ചെയ്യണോടത്തൊക്കെ നല്ല മിത്രങ്ങളായിരിക്കും. ജോലിയുടെ കാര്യം ഞാൻ ഉദാഹരിച്ചതാണ്. അതുപോലെ മൂലത്രികോണ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മളുടെ പൂർവികമായിട്ട് നമ്മളോട് ബന്ധമുള്ളവര്, നമ്മളുടെ അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് നമ്മളോട് ബന്ധമുള്ളവരെന്ന് എടുത്തോളണം. അങ്ങനെ ഉച്ചമാണെങ്കിൽ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് മാത്രമല്ല, നമ്മൾക്ക് എവിടെ നമ്മളുടെ കഴിവിനെ അംഗീകരിക്കുന്നവര് ആയിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമുക്ക് ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും ആ കഴിവിനെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റുമെന്ന് എടുത്തോളണം. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഉച്ചത്തിൽ നിൽക്കുന്ന ആ കാര്യമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന രാശിയും നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ, ഓരോരോ ഗ്രഹ ഉച്ചത്തിലാവണ ഓരോരോ രാശിയാണല്ലോ, ആ രാശിയുടെ കാരകത്വമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ഉച്ചമാക്കുന്ന ആ രാശിയുടെ കാരകത്വ നാഥൻ എന്ന് പറയുന്ന ആൾക്കാര് വന്ന് നമ്മളെ വളരെയധികം പ്രകീർത്തിക്കും. ഞാൻ പറയണത് മനസ്സിലാവണമെങ്കിൽ ബേസിക് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ഓരോ വാക്കും കേട്ടിട്ട് മനസ്സിലാവണമെങ്കിൽ തിരിച്ചു മറിച്ച് ആലോചിക്കണം കേട്ടോ, അപ്പൊ മനസ്സിലാവും. അപ്പൊ തുങ്കസ്ഥ ബലിനീച്ച ഭാസ്കരേ സ്വീര്യ എന്ന് പറഞ്ഞ ഭാസ്കരേ എന്ന് പറഞ്ഞ സൂര്യനെ മാത്രം എടുത്താൽ പോരാ,
യതി ഭാസ്കരെ സ്വവീര്യാൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വീര്യത്താൽ. അപ്പൊ ഭാസ്കരന്റെ വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മകാരകനായതുകൊണ്ട് സൂര്യന്റെ ആത്മകാരകത്വം അവിടെ എടുത്തോളണം. താതാസ് ആത്മപ്രഭാവോ ദ്വിമണി മനോമാതരോ ശീതരശ്മി എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളും സൂര്യന്റെ വീര്യം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കരുത്ത് തെളിയിക്കുന്ന മേഖലകള്, മാനേജ്മെന്റ് ഫീൽഡ്, മേൽനോട്ടം വഹിക്കുന്ന ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഫീൽഡ് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഡോക്ടർമാരാവുക, മരുത്തം ആവുക ആ ഫീൽഡ് ആയിക്കോട്ടെ, IAS IPS ഏത് ഇങ്ങനെയുള്ള മേഖലകളിലാണ് സൂര്യന്റെ വീര്യം തെളിയിക്കുന്നത്. ചന്ദ്രന്റെ വീര്യം തെളിയിക്കുന്ന മേഖലകൾ അതുപോലെയുണ്ട്. ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റത്തിന്റെ കച്ചവടം നടത്തുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിസ്ഥാനം വഹിക്കുക, സബോർഡിനേറ്റ് സ്ഥാനം വഹിക്കുക, പലരുടെയും PA ആയിട്ട് നിൽക്കുക, ഉപമന്ത്രി, MLA MP ഇതൊക്കെ ചന്ദ്രന്റെ കാരകത്തുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വീര്യത്താല് ചൊവ്വയുടെ കാരകത്തോണെങ്കിൽ പോലീസ്, പട്ടാളം, പാതുകാപ്പായിട്ടുള്ള ബ്ലാക്ക് ഹാറ്റ്സ് മുതലായിട്ടുള്ള ജോലികള്, എഞ്ചിനീയറിങ്, മെഷീനറി, ഇതൊക്കെ അങ്ങനെ ഏത് ആ വീര്യമുള്ള ആളുകള് അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഓർത്തോളണം. അപ്പൊ ഈ 2 വരിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? വളരെ സിമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രഹം അംശിച്ചിരിക്കുന്ന അംശകാധിപതി വ്യാഴാംശകമാണെങ്കിൽ, ഇപ്പൊ ചൊവ്വ അംശിച്ചിരിക്കുന്ന വ്യാഴാംശമാണെങ്കിൽ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ബന്ധം ഏതാന്ന് നോക്കണം. ആദ്യം പറഞ്ഞു സമക്ഷേത്രമാണോ, ബന്ധുക്ഷേത്രമാണോ, ശത്രുക്ഷേത്രമാണോ എന്ന് ആദ്യം നോക്കുക. അതിനു മുമ്പ് തന്നെ ഉച്ചരാശിയിലാണോ എന്ന് നോക്കണം. ഉച്ചരാശിയിലാണെങ്കിൽ അത് ബന്ധുക്ഷേത്രമാണോ ശത്രുക്ഷേത്രമാണോ നോക്കണ്ട. ഇവിടെ ഇത് ശത്രുവാണെന്നും പറഞ്ഞുകൊണ്ട് ഉച്ചരാശിക്ക് ശത്രുവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെക്കാൾ കീഴായിട്ടുള്ള ആളുകള്, നമ്മളെക്കാൾ താഴ്ന്ന ആളുകള് വന്ന് നമ്മളെ പ്രകീർത്തിക്കുന്നതാണ് അതിനർത്ഥം. അതെടുത്തോളണം. അങ്ങനെ ശത്രു മിത്രം സമൻ എന്നുള്ളത് മാത്രം എടുത്താൽ പോലെ ഈ ശനിയുടെ കാരകത്തുള്ള വേലക്കാര്, പണിക്കാര്, കച്ചവടക്കാര് അവർക്ക് ചിലപ്പോ അല്പം താഴ്ന്ന തലം ഉണ്ടാവാമെന്നുള്ളൂ. അവര് വന്ന് നമ്മളെ ഉയർത്തിപ്പിടിക്കും എന്നുള്ളത് എടുത്തോളണം ഈ ഉച്ചരാശിയിൽ വരുമ്പോ. അതുകൊണ്ടാണ് തുങ്കസ്ത ബലിനീച്ച ഭാസ്കര സുവീര്യ എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. പിന്നെയും പറയുന്നുണ്ടാ, ആയസ്തേ ഉദയതനാശ്രിതശ്ച സൗമ്യേ. ആയം എന്ന് പറഞ്ഞാൽ എന്താ? 11ാം ഭാവം. ആയം, വ്യയം 12, ആയം 11, വ്യയം ആയം. ആയസ്തേ 11 ഉദയതനാശ്രിതശ്ച സൗമ്യേ. 11 നിൽക്കുന്ന ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ, 10ാം ഭാവത്തിന്റെ 2ാം ഭാവമാണ് 11. അപ്പൊ ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന വലിയ ലാഭം 11ാം ഭാവം കണക്കാക്കും. ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഗ്നം, ധനാശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ഭാവം. 1ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികള്, നമ്മളുടെ ചിന്ത, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ലുക്ക്, നമ്മളുടെ വിജയം, അല്ലെ, രഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യ, സ്ഥിതി, ശ്രേയ, യശസ്, സുഖം, ജയം, വപു, ശരീരം, ഇതെല്ലാം ലഗ്നം കൊണ്ട് ചിന്തിക്കുമെന്ന് പറഞ്ഞു. 2ാം ഭാവം കൊണ്ട് എന്താ പറഞ്ഞ? ഭർത്തവ്യാമകിലം വിത്തം വാണി. നമ്മള് ഭരിക്കുന്ന എല്ലാം, നമ്മളിലേക്ക് വരുന്ന എല്ലാ ധനവും, ചിലപ്പോ നെഗറ്റീവ്സും വരാട്ടെ, ഇതൊക്കെ എടുത്തോളണം. ഭർത്തവ്യാമകലം വിത്തം വാണി. അപ്പൊ ചക്ഷുസ ദക്ഷിണ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പൊ 1ാം ഭാവം കൊണ്ടും 2ാം ഭാവത്തിന്റെയും ആശ്രിതശ്ച സൗമ്യം, ആശ്രയനാഥൻ, അതായത് ലഗ്നാധിപതിയോ 2ാം ഭാവാധിപതിയോ ആയിട്ടുള്ള സൗമ്യനായിട്ടുള്ള ഗ്രഹം ബലസഹിതനായിട്ട് 11ാം ഭാവമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ വരികയാണെങ്കിൽ വളരെയധികം അനേകത സ്വം സമ്പത്ത് സഞ്ചിന്തിയെ സമ്പാദിക്കും എന്നുള്ളത് ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന. സഞ്ചിന്ത്യ മീനിങ് വിൽ ബി കളക്റ്റഡ് എന്നുള്ള അർത്ഥമാണ്. സഞ്ചിന്ത്യ യു ക്യാൻ ഗെറ്റ്, സിംപ്ലി പറഞ്ഞാൽ വാട്ട് യു ക്യാൻ ഗെറ്റ്, so many types of wealth, അനേകത. when if the Lagnadhipati and the Lord of the 2nd house is connected to 11th house, only if, most of the times only if the 1st house Lord and the 2nd house Lord is a positive planet,
ഓർ ശുഭഗ്രഹം. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഒരു ശുഭഗ്രഹം, ലഗ്നാധിപനോ രണ്ടാം ഭാവാധിപനോ ആയിട്ടുള്ള ശുഭഗ്രഹം ബലവാനായിട്ട് 11ാം ഭാവത്തിൽ പോയിരിക്കുകയോ 11ാം ഭാവത്തിൽ നോക്കുകയോ അങ്ങടും ഇങ്ങടും ഒരുമിച്ച് ഒരേ രാശിയിൽ നിൽക്കുകയോ ഭാവാത്ഭാവം പരിവർത്തനം ചെയ്യുക, ഇതൊക്കെ വരാം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആയസ്തേന്ന് പറയണുള്ളെങ്കിലും അത്തരത്തിൽ എടുക്കണം. അനേകദാസ്വം എന്ന് പറഞ്ഞൂടാ, ദാനം എടുക്കുക. കല്യാ സ്വ വിക്രമ എന്നും പറഞ്ഞിട്ട് ഒന്നാമത്തേതിൽ സ്വം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തില് സഞ്ചിന്യ യു ക്യാൻ അക്വയർ a huge amount of wealth if the first house planet and the second house planet procuring he is a positive planet will be intended to have a connection with 11th house എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിങ്ങനെ സംസ്കൃതത്തിൽ എഴുതിയേക്കണ എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പല പല കാര്യങ്ങള് മനസ്സിൽ വെച്ചുകൊണ്ട് ഭീമമായിട്ടുള്ള പല ഐഡിയകളെയും മനസ്സിൽ വെച്ചിട്ട് ധ്യാനത്തിലൂടെ വരാഹമിഹിരാചാര്യൻ തൊകുത്തെഴുതിയിരിക്കുന്നതാണ് ഈ പദ്യങ്ങള്. അപ്പൊ അതുകൊണ്ട് വലിയൊരു പർവ്വതത്തിന്റെ ഒരു മേൽഭാഗം പോലെ കടലില് കാണുന്ന, അതായത് കടലിനടിയിലുള്ള പർവ്വതം പറഞ്ഞത്, കാണുന്ന ഒരു സാധനം ആണ് ഈ ഹോര. ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കാണ് പർവ്വതം. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കർമ്മജീവൻ അധ്യായം മൊത്തം പഠിച്ചു. അപ്പോ അർത്ഥാപ്തിർ പിതൃജനനി സപത്നമിത്ര, ആ ഇത് ഒന്ന്. പിന്നെ അർക്കാംശേ തൃണകന കോർണ ഫേക്ഷജാദ്യ രണ്ടാമത്തത്. മൂന്നാമത്തത് നമ്മൾ പഠിച്ചത് ജീവാംശേ ദ്വിജ വിബുധ കരാതിധർമ്മേ. അതിനുശേഷം ഇത് മിത്രാരി സ്വഗ്രഹഗതേ സ്തദോർത്ത. ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെയും വായിക്കാം. മിത്രാരി സ്വഗ്രഹതേ സ്തദോർത്ത എന്നൊക്കെ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതാണ് കർമ്മജീവ പ്രകരണം. കർമ്മജീവ പ്രകരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് മാത്രം വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് തൊഴിലിനെ പറയാൻ പറ്റില്ല. ഇത് വളരെയധികം തൊഴിലിനെ ഇത് മാത്രം വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളുടെയും കാരകത്വം വളരെ സ്ഫുടമാക്കിയിട്ട് നമ്മൾ പഠിക്കണം. എല്ലാ രാശികളുടെയും കാരകത്വം പഠിക്കണം. ഹോരാശാസ്ത്രത്തില് 1ാമത്തെ അധ്യായം രാശി കാരകത്വമാണ്. അതിൽ തന്നെ വർഗചക്രങ്ങളായിട്ടുള്ള ദ്രേക്കാണവും ഹോര, നവാംശവും ത്രിംശാംശവും ദ്വാദശാംശത്തിനെയും പറ്റിയും പറഞ്ഞു പോയിട്ടുണ്ട്. 6നെയും പറ്റി. ക്ഷേത്രമാണ് രാശി. അപ്പൊ 6 അംശങ്ങളെ ദ്രേക്കാണ, ഹോര, നവമഭാഗ, സപ്ഞ, ത്രിംശാംശ, ദ്വാദശാംശ, സപ്ചിതശ്ച എന്നൊക്കെ പറഞ്ഞ പ്രമാണം ഉണ്ടല്ലോ. അപ്പൊ ദ്രേക്കാണം, ഹോര, നവാംശം, ത്രിംശാംശം, ദ്വാദശാംശം, ക്ഷേത്രം. ഇതാണ് ഷഡ്വർഗം. ഈ ഷഡ്വർഗങ്ങളെ പറ്റി 6 വർഗങ്ങളെ പറ്റി 6 വർഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. 6 വർഗങ്ങളെ പറ്റി, അതായത് ഒരു രാശിയെ ഖണ്ഡിക്കുമ്പോഴാണ് 6 വർഗങ്ങൾ ഉണ്ടാവുന്നത്. 9ആയിട്ട് ഖണ്ഡിച്ചാൽ നവാംശം, 12ആയിട്ട് ഖണ്ഡിച്ചാൽ ദ്വാദശാംശം, 3ആയിട്ട് ഖണ്ഡിച്ചാൽ ദ്രേഖാണം, 2ആയിട്ട് ഖണ്ഡിച്ചാൽ ഘോര, ത്രിംശാംശം കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗ പവന സമീരണ കോർപ്പിജൂഹലേയ ഐജീവിജിത് ദേവി പരിയസ്ത ശശിഭവനാളിച്ച ശാന്ത മൃഷശന്തി എന്ന് പറയുന്നതിൽ പറയുമ്പോൾ നിങ്ങൾ 5ആയിട്ട് കണ്ടിക്കണം എന്ന് വിചാരിക്കരുത്. കുജരവിജ ഗുരുജ്ഞ ശുക്ര 30ആയിട്ട് ത്രിംശായിട്ട് കണ്ടിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രാശിയുടെ ഭേദങ്ങളാണ് 1ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഹോരാശാസ്ത്രം 20 ശ്ലോകങ്ങൾ. വീണ്ടും അടുത്തതിൽ പറയുന്ന 21 ശ്ലോകങ്ങൾ കൊണ്ട് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ രാശീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രഹാസ്. അത് നമ്മൾ നേരെ പോയിട്ട് ഹോര നോക്കി പഠിക്കുമ്പോൾ അതിനോടൊപ്പം കിട്ടാവുന്ന ഗ്രന്ഥങ്ങളിൽ ഒക്കെ ഉള്ള രാശിയുടെ കാരകത്വങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നും പറഞ്ഞ് ബുക്ക് മാത്രം നോക്കി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാല് ജ്യോതിഷം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അനുഭവമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കൃത്യമായിട്ട് പോയി പഠിച്ചാലേ ഇത് തൊകുത്ത് പറയാൻ പറ്റുള്ളൂ. ജ്യോതിഷം ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും പല ആചാര്യന്മാര് പറയണേ. ജ്യോതിഷം പറഞ്ഞു കൊടുക്കുക. ജ്യോതിഷം നിങ്ങൾ തെളിഞ്ഞാലേ നിങ്ങൾക്ക് ഫലം പറയാനായിട്ട് ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫലം തന്നെ നോക്കിയാൽ തെറ്റായിട്ടുള്ള ഫലങ്ങൾ വന്നേക്കാം. അപ്പൊ ഇത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ലഗ്നം ഏതുമാവട്ടെ അതിന്റെ 10ാം ഭാവത്തിനെ എടുത്ത്
ചന്ദ്രന്റെ 10ാം ഭാവത്തിനെ എടുത്ത് സൂര്യന്റെ 10ാം ഭാവത്തിനെ എടുത്ത് ആ 10ാം ഭാവകാരകനായിട്ടുള്ള ഗ്രഹത്തിനെ എടുത്തുകൊണ്ടും ആ 10ാം ഭാവകാരകൻ അംശയിച്ചിരിക്കുന്ന രാശി ഏതാണോ ആ രാശിയുടെ നാഥനായിട്ടുള്ള അംശകാധിപനെ എടുത്തുകൊണ്ടും ഇവര് തമ്മിലുള്ള കണക്ഷൻ കൊണ്ടും ധനലബ്ധിയെ പറ്റി പറയുന്നതാണ് കർമ്മജീവൻ എന്ന് പറയുന്നത്. ഈ ഒരു കണക്ഷൻ എല്ലായിടത്തും ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 10ാം ഭാവം കർമ്മമാണ് ചിന്തിക്കുന്നതെങ്കിൽ 6ാം ഭാവം ചിന്തിക്കുമ്പോൾ ഇത് 10ാം ഭാവത്തെ ഉദാഹരിച്ച് ആചാര്യം പറഞ്ഞു എന്നുള്ളൂ. 6ാം ഭാവം എടുക്കുമ്പോൾ ശത്രുവിനെ എടുക്കാം, കടം എടുക്കാം, നോയി എടുക്കാം, എന്തിനും ജോലി വരെ എടുക്കാം, ചെയ്യുന്ന ജോലിയായിട്ട് എടുക്കാം. ഇത്തരത്തില് തൊകുത്ത് ഇത്തരത്തിൽ അംശകം നോക്കി പറയാൻ പറ്റും. അംശകത്തിന്റെ ഫീച്ചേഴ്സ് എടുത്ത് പറയാൻ പറ്റും. കാരണം ഹോരാശാസ്ത്രത്തില് അംശകത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ അധ്യായമാണ് ഇത്. ഹോരയിലെ അംശകം ഇപ്പൊ ഗ്രഹാണാം അംശകം ബലം എന്ന് പറഞ്ഞിട്ട് ഉച്ചമാണോ നീചമാണോ സ്വക്ഷേത്രമാണോ മൂലത്രികോണ ക്ഷേത്രമാണോ എന്നൊക്കെ പലരും നോക്കുമെന്ന് പറഞ്ഞില്ലേ. അത് നോക്കണത് എന്ത് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഈ മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റ്സിന് ഈ ഡിപ്പോസിറ്ററി തീരുന്ന ഒരു സംഭവമുണ്ട്. മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റ്സിന് ഈ അംശയിച്ചിട്ടുള്ള പ്ലാനറ്റ്സിന് അവിടെ നിൽക്കണ പ്ലാനറ്റ്സ് കൊടുക്കുക എന്നുള്ളതിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഇതിപ്പോ അംശകത്തിൽ നോക്കി, ഇനി ഒരു ഗ്രഹത്തിൽ ഇത് നോക്കണം. ഗ്രഹം നിൽക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്തിന്റെ അധിപനായിട്ടുള്ള പ്ലാനറ്റ്, അതായത് ആശ്രയനാഥൻ കൊടുക്കുന്നത് നോക്കേണ്ടിയിരിക്കുന്നു. ആശ്രയനാഥനും ഉണ്ട്, ഹൗസ് ലോഡും ഉണ്ട്. ഹൗസ് ലോഡ് കൊടുക്കുന്നത് നോക്കണം. ഇരിക്കുന്ന ഹൗസ്, ഈ ഇപ്പൊ ചൊവ്വ ഇരിക്കുന്ന ക്ഷേത്രത്തിലാണ്. ചൊവ്വ ഇവിടെ ഇരിക്കണമെങ്കിൽ ചൊവ്വയ്ക്ക് 10ാം ഭാവത്തിന്റെ ആധിപത്യമുണ്ട്. ബുധൻ, ഈ ചൊവ്വ ബുധന്റെ ക്ഷേത്രത്തിലാണ് ഇരിക്കണം. അപ്പൊ ബുധനായിട്ട് ചൊവ്വയ്ക്ക് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എടുക്കണം. ആ കണക്ഷൻ തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത് 12ാം ഭാവം. 12ാം ഭാവമാണെങ്കിൽ ഈ 12ാം ഭാവത്തിന് ആയിട്ടുള്ള ബുധന്, സോറി പറയണ്ടെന്ന് തോന്നുന്നു, ഞാനത് എന്തോ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. 12ാം ഭാവത്തിന് നമ്മള് ചൊവ്വയുടെ 12ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ഉൾത്തുടർവാണ് നോക്കേണ്ടത്. എന്നാൽ 10ാം ഭാവം നോക്കുമ്പോൾ 10ാം ഭാവത്തിന് ചൊവ്വയുടെ വെളിത്തുടർവ് നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യമുണ്ട്. ഞാനിത് പറയണെങ്കിൽ കുറേ നിന്ന് പറഞ്ഞു പോകും. ചിലപ്പോൾ ഇടയിൽ പലതരത്തിലുള്ള എക്സ്റ്റേണൽ സാധനങ്ങൾ ഇങ്ങനെ വന്ന് കടന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയണത്. ബോറടിക്കണ്ടല്ലോ, കാണൂലല്ലോ നിങ്ങളൊന്ന് വിചാരിച്ചിട്ട്. പറയണമെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അപ്പൊ ഈ തിയറി ഇതിൽ എടുക്കാറുണ്ട്. അപ്പൊ അംശകത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ അംശകം ക്ലിയർ ആയിട്ട് വർഗോത്തമാംശകതയർ എന്ന് പറയുന്ന ശ്ലോകത്തിലൊക്കെ പറയുന്ന തരത്തില് ഈ അംശകനാഥന്മാര് എങ്ങനെ ക്രിയേറ്റ് ആവുന്നു എന്നും നവചരണങ്ങള്, ഇത് 12 ചരണങ്ങൾ ഓരോ നക്ഷത്രത്തിന്റെ പാദങ്ങൾ വരുന്നതായിട്ടും അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശക വിധി വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഈ അംശകത്തിന് എന്താണ് പ്രാധാന്യം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ മുന്നേ പറഞ്ഞപ്പോ കുറച്ച് പേരാണ് ചാനലിൽ ഇപ്പൊ വന്നിട്ടുള്ളൂ. എങ്കിലും അവര് ഓരോരുത്തരും പ്രധാനം കുതുകികളായിട്ട് ഉള്ളവര്, നോളജ് ആവശ്യമുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് വീഡിയോ ഇടാൻ, അല്ലാതെ ഇത് ലൈക്ക് കമന്റ് കിട്ടുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു ബലം പറഞ്ഞപ്പോ വീണ്ടും അംശകത്തെ കുറിച്ച് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹോരാശാസ്ത്രത്തിലുള്ളത് പറഞ്ഞതുള്ളൂ. അംശകത്തിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ചും വർഗചക്രത്തില്. ഒരു ഗ്രഹത്തിന്റെ അംശകം എന്ന് പറഞ്ഞാൽ ഒരു രാശിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് ഓർക്കണം. 9 ഒരു രാശിയെ തന്നെ 9 സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നവാംശകം. 9 നക്ഷത്രപാദങ്ങളാണ് ഉള്ളതെന്ന് ഓർക്കണം. ഓരോരോ നക്ഷത്രപാദങ്ങൾ ഇങ്ങനെ ഓരോരോ രാശികളായിട്ട് നിരക്കും. അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുണ്ട്. അതിനെയൊക്കെ പറ്റി ഒരു വിശദമായ വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡീപ്പായിട്ട് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജ്യോതിഷ കുതികൾക്കും ജ്യോതിഷം നോക്കുന്ന ജ്യോതിഷന്മാർക്കും ഇതൊക്കെ നോക്കാം. ഇത് ടച്ച് ചെയ്യാണ്ട് ജ്യോതിഷം പറയാലോ. ഹോരാശാസ്ത്രം പഠിക്കാണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും. അവർക്കൊക്കെ ഇത് നോക്കിയതിന് ശേഷം ഇനി കർമ്മജീവന അധ്യായം നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും 10ാം അധ്യായം. ഇതിന് പലതരത്തിലുള്ള അന്വയങ്ങൾ പലതും വരാം. ഞാൻ തന്നെ ഈ വീണ്ടും ഇപ്പൊ പഠിപ്പിച്ചിട്ടുള്ള അർത്ഥാപ്തി പിതൃജനനി സപത്നമിത്ര എന്ന് പറയുന്ന ശ്ലോകം മുതൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പല ടൈപ്പിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
കാര്യം അത്ര ടൈപ്പിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ മെയിൻ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ചില ആളുകൾ ചെറിയ വീഡിയോ ഇട്ട് പാതിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് sometimes I will do full length videos, and sometimes if I don't get that much time to explain these details, I will make small videos. No problem, keep following. You can learn astrology, pure astrology, time by time. In the going of the time, you will become an excellent predictive astrologer. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശ്രേഷ്ഠായ നമഃ. ഓം അഗതീശ്വരായ നമഃ.